വെള്ളം പോലും കിട്ടാത്ത ആ ഒറ്റാൽ മരം മാത്രമുള്ള ഒരു മൊട്ടക്കുന്ന് അധ്വാനിച്ച് കിളച്ച് മെതിച്ച് ഒടുവിൽ അതിനെ പാലൂട്ടി തേനൂട്ടി വളർത്തി മെരുക്കി ഇന്ന് കാണുന്ന സാരംഗ് എന്ന സ്വർഗം ആക്കി തീർത്തവരാണ് നിങ്ങൾ. എങ്കിലും ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ആണ് ചോദ്യങ്ങൾ. അപ്പോൾ ഇത് വലിയ ചോദ്യമായതുകൊണ്ട് നമുക്ക് ഒരറ്റം മുതൽ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒരു വസ്തുതാപരമായി ഒത്തിരി തെറ്റുണ്ട്. അത് നമ്മൾ തിരുത്തണം. കാരണം വസ്തുതാപരമായി തെറ്റ് ആളുകൾക്കുണ്ടാകുന്നത് ന്യായമാണ്. കേട്ടുകേഴ്വി കഥ ഒരുപാടുണ്ട്. സാരംഗിനെ സംബന്ധിച്ച് ഒരുപാട് കേട്ടുകേഴ്വി കഥകളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൽ എല്ലാ ടൗൺ സൗകര്യങ്ങളും ഇട്ടെറിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നേ വരെ ടൗണിൽ ജീവിച്ചിട്ടില്ല. ഒരു ടൗണിൽ ഞങ്ങൾ ജീവിച്ചിട്ടില്ല. വയനാട്ടിലായിരുന്നു ഞങ്ങൾ കാക്കവയൽ മുപ്പൈനാടെന്ന് പറഞ്ഞ ഗ്രാമത്തിൽ, എന്ന് വെച്ചാൽ ടൗണിൽ നിന്നാണ്. അമ്പലവയലാണ് ടൗണ്. അമ്പലവയലിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നു പോകണമായിരുന്നു ഞങ്ങൾ താമസിച്ച സ്ഥലം. അവിടുന്ന് അത് സ്കൂള്. അവിടുന്ന് ഞങ്ങൾ ഒരു 2 കിലോമീറ്റർ മാറി, അതൊന്നും വാഹന സൗകര്യം ഇല്ലാത്തൊരു ഇടമാണ്. അവിടെയാണ് അന്ന് ജീവിച്ചിട്ടുള്ളത്. പിന്നെ അഗളിയിൽ ഞങ്ങൾ ടൗൺ അന്ന് ടൗണെന്നോ ഇന്നിപ്പോൾ ടൗൺ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ വരുന്ന സമയത്ത് അതൊരു വലിയ ടൗൺ എന്ന് പറയത്തക്ക വിധയില്ല. കുറച്ച് കടകളും കുറച്ച് ഇതൊക്കെ ഉള്ളതാണ്. എന്നിട്ടും ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഞാൻ മാത്രമായിരുന്ന കുറച്ച് സമയം മാത്രം അഗളിയിൽ ടൗണിനോടടുത്ത് ഒരു ചെറിയ മുറിയിൽ താമസിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറി നക്കപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറി. അത് ഗ്രാമമാണ്, കുറച്ചുകൂടെ ഉള്ളേരിയയാണ്. അവിടേക്ക് മാറി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നത്. അവിടവും ടൗണല്ല, ഗ്രാമം തന്നെയാണ്. അതുകൊണ്ട് ടൗൺ ജീവിതം അത് വിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. നാളത്തെ തലമുറ എന്തായിരിക്കണമെന്നും എന്തായിരിക്കരുതെന്നും എന്തായിരിക്കരുതെന്നും ഇന്നേ വിഭാവനം ചെയ്യാൻ കെൽപ്പുള്ളവരായിരിക്കണം, അതുപോലുള്ള ക്രാന്തദർശികളായിരിക്കണം അധ്യാപകരെന്നാണ് പൊതുവെ പറയുന്നത്. ഞങ്ങളത് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അധ്യാപകരിപ്പോൾ ഒരു ഗ്രാമപ്രദേശങ്ങളിലേക്ക് അധ്യാപകരെ നിയമിച്ചു കഴിഞ്ഞാൽ അവിടെ റോഡ് സൗകര്യമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, അല്ലെങ്കിൽ കക്കൂസില്ല, കുളിമുറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെയും ജീവിക്കുന്നത് മനുഷ്യരാണ്. ഭൂരിഭാഗം വരുന്ന മനുഷ്യർ അവിടെ ജീവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അട്ടപ്പാടി, വയനാട്. ഞങ്ങൾ അട്ടപ്പാടി, വയനാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ജോലി ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് നാദാപുരം ഗ്രാമം തന്നെയായിരുന്നു. അത് ഗ്രാമം എന്ന് പറഞ്ഞാൽ വളരെ ഉൾപ്രദേശമാണ്. യാതൊരു വാഹന സൗകര്യം ഇല്ലാത്തടത്ത് ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ വിദ്യാലയങ്ങൾ. ആ വിദ്യാലയങ്ങളിലേക്ക് അവരുടെയും കൂടി നികുതിക്ക് കാശ് മേടിച്ച് ശമ്പളം മേടിക്കുന്ന അധ്യാപകരാണ് പോകുന്നത്. അധ്യാപകർ മാത്രമല്ല, എല്ലാ ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് സാധാരണക്കാരൻ്റെ കാശ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ടൗണിലേക്ക് പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ തകരാറാണ്. ഇതിനകത്ത് ഒരു വരിയുടെ ഉത്തരവേ ആയിട്ടുള്ളൂ. എല്ലാ ടൗൺ സൗകര്യങ്ങളും ഇട്ടെറിഞ്ഞ് എന്ന് പറഞ്ഞാൽ ടൗൺ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചാലല്ല ഇട്ടെറിയണ്ടു, അങ്ങനെയില്ല. രണ്ടാമത് സർക്കാർ ഇട്ടെറിഞ്ഞ് സർക്കാർ ജോലി പോലും വേണ്ടെന്ന് വെച്ച്, സർക്കാർ ജോലി പോലും വേണ്ടെന്ന് വെച്ചാൽ സർക്കാർ ജോലി നമ്മൾക്ക് ഇഷ്ടമായിരുന്നു, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. സർക്കാർ സ്കൂളിൽ നമ്മൾ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന രീതി ആയിരുന്നില്ല. അതാണ് നേരത്തെ പറഞ്ഞത്. ദ റിസൾട്ട് ഈസ് നോട്ട് ഓഫ് യുവർ കൺസേൺ എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ നമ്മുടെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞു റിസൾട്ട് ഈസ് നോട്ട് ഓഫ് യുവർ കൺസേൺ. അതെ, അതിൻ്റെ മേലെയുള്ള ഉദ്യോഗസ്ഥനാണ് നമ്മളുടെ അടുത്ത് പറയുന്നത് റിസൾട്ട് ഈസ് നോട്ട് ഓഫ് യുവർ കൺസേൺ. തീർച്ചയായിട്ടും അധ്യാപകൻ്റെ കൺസേണിലാണ് വിദ്യാഭ്യാസം, അതിൻ്റെ റിസൾട്ട്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും സാധാരണക്കാരുടെ മക്കളാണ്. അവർ നന്നാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് അവിടെ വ്യക്തമാക്കേണ്ടത്. അതായത് സർക്കാർ സ്കൂളിൽ വന്നിരിക്കുന്നത് സാധാരണക്കാരായ മക്കളാണ്. അവരെയാണ് ഞങ്ങളെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാപകർ പഠിപ്പിക്കുന്നത് അവരെയാണ്. അപ്പോൾ ഞങ്ങൾ ആ അധ്യാപകർ വെറും രാഷ്ട്രീയം കളിച്ചോ അല്ലെങ്കിൽ ഞങ്ങളുടെ ശമ്പളത്തിന് വേണ്ടിയിട്ടോ മാത്രം നിൽക്കുമ്പോൾ ഇവിടെ തകർന്നു പോകുന്നത് ഒരു തലമുറയാണ്. വെറുതെ ഇത് കളിയല്ല. അപ്പോൾ ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഇന്ന വഴികൾ ഞങ്ങൾ ചെയ്തോളാം, അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞൊരു കത്തെഴുതിയതിൻ്റെ മറുപടിയാണ് നിങ്ങൾ സ്കൂളിൽ വരിക പോവുക എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ദി റിസൾട്ട് ഈസ് നോട്ട് ഓഫ് യുവർ കൺസേൺ. ആ കടലാസ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിൻ്റെ കോപ്പി. അതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ടുണ്ട്, ഒരു കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഒരു തരം യുദ്ധം ചെയ്യേണ്ടി വന്നു. സർക്കാർ സ്കൂളിൽ
നല്ല രീതിയിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ രാജിവെക്കുന്നത്. രാജിവെക്കുന്നത് എന്തുകൊണ്ടാണെന്നും എന്തായിരുന്നു ആ രാജിക്കത്തെന്നും നമ്മുടെ ആ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് ആരെങ്കിലും വായിച്ചിട്ടുള്ളതിൽ അവർക്ക് മനസ്സിലാവും. വിദ്യാഭ്യാസ വകുപ്പാണ്, വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ്, ഇത് വിദ്യാഭ്യാസം അല്ല എന്നുള്ള ആ രീതിയിലാണ് നമ്മൾ രാജിക്കത്ത് എഴുതി കൊടുക്കുക വരെ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്നത്. അല്ലാണ്ട് ഒരു പെട്ടെന്നൊരു തോന്നലുണ്ടായിട്ട് കുന്തപ്പോട്ടെ ഇനി അടുത്ത അതിനേക്കാളും വലിയൊരു പണി ഞാൻ ചെയ്ത് കളയാം, അല്ലെ അങ്ങനെ വലിയ കുറച്ചുകൂടെ കാശുണ്ടാക്കാവുന്ന കുറച്ചുകൂടെ ആളുകൾ ഇഷ്ടപ്പെടുന്ന വേറെന്തെങ്കിലും പണി ചെയ്യാം എന്ന് വിചാരിച്ച് പോകുന്നതല്ല മോനെ. ഇപ്പോഴും നമുക്ക് അല്ല നമുക്ക് ആ ഒരു വിഷമമുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കരുത് ആരും. അല്ല, ഇപ്പോഴും നമ്മൾ അധ്യാപകരാണ്, ഇപ്പോഴാണ് ഞങ്ങൾ അധ്യാപകരാണ്. അപ്പോൾ അതായത് സർക്കാർ ജോലി കളഞ്ഞിട്ട് പോരുക എന്ന് പറഞ്ഞാൽ അധ്യാപകരല്ലാതെ ആയില്ല. ഞങ്ങൾ അതിനേക്കാൾ സ്വതന്ത്രമായി അധ്യാപക വൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ടൊരു വിദ്യാലയം ഇല്ലാത്തതുകൊണ്ട് ആ വിദ്യാലയം ഉണ്ടാക്കി അതിലെ അധ്യാപകരായിട്ട് തുടർന്ന് പോകണമെന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു അത്രയും ഭാഗത്തിൻ്റെ സർക്കാർ ജോലി പോലും വേണ്ടെന്ന് വെച്ചു. അപ്പോൾ വേണ്ടെന്ന് വെച്ചത് നമ്മൾ വെറുതെ അല്ല എന്നുള്ളത് ഇപ്പം കാണുന്നവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വെള്ളം പോലും കിട്ടാത്ത ആ ഒറ്റാൽമരം മാത്രമുള്ള ഒറ്റ ആൽമരമാണ് അത് അവിടെ. ഒറ്റയാൽമരം മാത്രമുള്ള ഒരു മൊട്ടക്കുന്ന് അധ്വാനിച്ച് കളച്ചു മെതിച്ച് ഒടുവിൽ അതിനെ പാലൂട്ടി തേനൂട്ടി വളർത്തി മെരുക്കി സാരംഗന്ന സ്വർഗമാക്കി തീർത്തവരാണ് നിങ്ങൾ. അതിനകത്ത് പ്രശ്നമുണ്ട്. കാരണം വെള്ളം പോലും കിട്ടാത്ത സ്ഥലം നമ്മൾ തപ്പി നടക്കുക തന്നെയായിരുന്നു. അട്ടപ്പാടി മുഴുവനും ഞങ്ങൾ 2 മാസം സൈക്കിളിൽ യാത്ര ചെയ്തിട്ടാണ് വെള്ളമില്ലാത്ത വെറും സ്ഥലമല്ല, വെള്ളമില്ലാത്ത വാട്ടർ ഷെഡാണ്. വാട്ടർ ഷെഡ്, നീർമറി പ്രദേശം, വെറും ഒരു സ്ഥലമല്ല. വെള്ളമില്ലാത്ത സ്ഥലം ധാരാളമുണ്ട്. പക്ഷേ വെള്ളമില്ലാത്ത നീർമറി പ്രദേശം സംരക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ വെള്ളമുണ്ടാകും എന്ന് ഒരു സംഘം ശാസ്ത്രജ്ഞർ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലം അന്വേഷിക്കുന്നത്. കാരണം ഈ പശ്ചിമഘട്ടം വെള്ളം ചുരത്തി കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വെള്ളം വരുള്ളൂ. എല്ലാ പുഴകളും ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. അത് അങ്ങനെ ഉത്ഭവിക്കാൻ കാരണം ഇതുപോലുള്ള കുഞ്ഞു വാട്ടർ ഷെഡുകളിൽ നിന്ന് വെള്ളം വരുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു വലിയ വരൾച്ച ഉണ്ടായതിനെ തുടർന്ന് നീർമറി പ്രദേശം എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ലഘൂകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ട പ്രദേശത്ത് ഉറവുണ്ടാകുന്നതായ മലമടക്കുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ അധ്യാപകരായിട്ട് പോലും ഈ ശാസ്ത്രജ്ഞന്മാർ ഇത് പറയുന്നിടം വരെ ഞങ്ങൾക്ക് ഇതേപ്പറ്റി അറിയില്ലായിരുന്നു. എല്ലാം ഉത്ഭവിക്കുന്നതും പശ്ചിമഘട്ടത്തിൽ നിന്നാണെന്നറിയാം. അതെന്തുകൊണ്ടോ അങ്ങനെ വരുന്നത് അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല, ഞങ്ങൾക്കന്ന് അറിയില്ല. അപ്പം ഞങ്ങൾ അന്തം വിട്ടുപോയി. നമ്മളും ഒരു പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന കാലത്താണ് ഇങ്ങനെ ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കണം. ഇങ്ങനെ തകർന്നു പോയ ഒരു വാട്ടർ ഷെഡ് റീജനറേറ്റ് ചെയ്താൽ വീണ്ടും അവിടെ വെള്ളം ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കുകയാണ്. അവർ പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ 100 വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം, പക്ഷേ അത് റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് നമ്മളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരിക്കണം, അത് നമ്മൾ ചെയ്തിരിക്കണം. ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും അതിൻ്റെ ഫലം നമ്മൾ അറിയണമല്ലോ. അധ്യാപകരായി നമ്മളത് ചെയ്യണമല്ലോ. കാരണം നാളെ വെള്ളം ഒരു പ്രശ്നമാകും. 43 വർഷം മുമ്പ് ഞങ്ങളത് 45 വർഷം മുമ്പ് നമ്മൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലം എടുക്കുന്നത്. 83-ലാണ് നമ്മൾ ഈ ഭൂമി എടുക്കുന്നത്. 83-ൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈ വിവരം അറിയുന്നു. അവസാനമായപ്പോഴേക്കും നമ്മൾ ഭൂമി എടുത്തു. ഈ തുടക്കത്തിൽ ഈ വിവരം അറിഞ്ഞ് ആ കാലത്ത് ഞങ്ങളൊരു 2 മാസം അവധിക്കാലം 2 മാസം അട്ടപ്പാടിയിലെ ഓരോ ചെറിയ വാട്ടർ ഷെഡുകളും പോയി കണ്ടു. കയ്യിലൊതുങ്ങാവുന്ന ചെറിയ ഒരു വാട്ടർ ഷെഡ് എന്നുള്ള നിലയ്ക്ക് അവസാനം കണ്ടെത്തിയതാണ് ഈ ഭൂമി. ഇവിടെ നമ്മൾ ആ ശാസ്ത്രജ്ഞരുടെയും കൂടെ സഹായത്തോടു കൂടിയാണ്, അതായത് നമുക്ക് സമ്പാദ്യമൊന്നുമില്ല, അങ്ങനെ അവരുടെയും കൂടെ പൈസ കൊണ്ടുകൂടാണ് നമ്മൾ ഈ ഭൂമി ആദ്യത്തെ 1 ഏക്കർ സ്ഥലമാണ് ആദ്യം നമുക്ക് കിട്ടുന്നത്. ആ 1 ഏക്കർ സ്ഥലത്തിൻ്റെ പൈസ നമ്മൾ ആ തരത്തിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആണ് ഈ സ്ഥലം വാങ്ങുകയും പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് തുടങ്ങുകയും ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു ത്യാഗം എന്നുള്ള നിലയ്ക്ക് നമുക്കെന്നാൽ അങ്ങനെ ചെയ്തു കളയാം എന്നൊന്നും വിചാരിച്ചല്ല. നമ്മൾ പഠിക്കേണ്ട, നാളെ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ വിദ്യാഭ്യാസത്തെ പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ
എന്തൊക്കെയാണ് കുട്ടികൾ പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭക്ഷണം, വെള്ളം, വായു ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിനപ്പുറമേ ഉള്ളൂ വസ്ത്രം പോലും, പാർപ്പിടം പോലും അതിൻ്റെ അപ്പുറമേ ഉള്ളൂ. ഇതേതായാലും ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾക്കുണ്ടായിരിക്കേണ്ട പല കാര്യങ്ങളും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ മാർഗം ഉണ്ടാക്കണം എന്നുള്ളിടത്താണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ ഇത് പറയാൻ ഒരു നല്ല കാരണമായതൊരു ഒരു കണക്കിന് വളരെ നന്നായിരിക്കുന്നു. പക്ഷെ അത് ഇവിടെ പറഞ്ഞിട്ടുള്ള അടുത്ത ഭാഗങ്ങളിൽ അത് പൊതുവെ വന്നിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഒറ്റ ആൽമരം മാത്രമുള്ള ഒരു മൊട്ടക്കുന്ന് അധ്വാനിച്ച് കിളച്ച് മെതിച്ച് ഒടുവിൽ അതിനെ പാലൂട്ടി തേനൂട്ടി വളർത്തി മെരുക്കി ഇന്ന് കാണുന്ന സാരംഗ് എന്ന സ്വർഗമാക്കി തീർത്തവരാണ് നിങ്ങൾ. ഇത്രയൊന്നും സംഭവങ്ങൾ അതിൻ്റെ പിന്നിലില്ല. ഇങ്ങനെ നമ്മൾ പറയുമ്പോഴൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും അധികം കഠിനമായി പ്രയത്നിച്ച് ഒരു മല മുഴുവനും മുട്ടക്കൊണ്ടായിട്ട് മറിച്ചിട്ട് അതൊന്നും ഈ സാക്ഷാൽ ഇതിൻ്റെ സ്രഷ്ടാവ് വന്നാൽ പോലും അത് നടക്കില്ല. കാരണം ഇന്ന് ഇത്രയും ഒരു പ്രദേശത്ത് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ എളുപ്പമാണ്. അന്ന് വെള്ളമില്ലാത്ത കാലത്ത് ഇവിടെ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം ഇവിടുന്ന് ഒരു 500 മീറ്റർ താഴേക്ക് പോയിട്ട് അവിടുന്ന് ശിരുവാണി പുഴയിൽ നിന്ന് തലച്ചുമടായിട്ട് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഞങ്ങൾ ഇത്രയും സ്ഥലത്ത് മരത്തൈകൾ കിളച്ചു മറിച്ച് അതിനകത്ത് മരത്തൈകൾ വെച്ച് അതിനെ നനച്ച് വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെക്കാൾ കൂടുതൽ വേനൽക്കാലം അന്ന് ദൈർഘ്യമുള്ള സമയമാണ്. അപ്പോൾ അതുപോലെ വരണ്ടുണങ്ങി കിടക്കുന്ന സ്ഥലത്ത് ഇതിനെല്ലാത്തിനും ഈ ചെടികൾക്കെല്ലാം വെള്ളം കൊണ്ടുവന്ന് തലച്ചുമടാല കൊണ്ടുവന്ന് നമ്മൾ നനച്ച് വളർത്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരെയെ കൊണ്ടും സാധിക്കില്ല. 1 ഏക്കർ സ്ഥലത്ത് പോലും സാധിക്കില്ല. അപ്പോൾ അത് ഈ പത്രക്കാർ മീഡിയാസ് ഇങ്ങനെ ഉണ്ടാക്കിയ ചില കെട്ടുകഥകളാണ്. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. നമ്മൾ ആകെ ചെയ്തത് ഈ സ്ഥലത്ത് നാക്കുകൊണ്ട് വേലി കെട്ടി. ഇത്രയും പ്രദേശത്ത് കന്നുകാലി കയറാതെ അന്ന് ആളുകളെ അന്നും ഇന്നും ഒക്കെ അത് ഇന്നിപ്പോൾ കന്നുകാലിയുടെ എണ്ണം കുറഞ്ഞു. അന്ന് ആടുമാടുകളെ ഇങ്ങനെ അഴിച്ചു വിടുകയാണ്. കാരണം കൃഷി ഒറ്റ പ്രാവശ്യമുള്ളൂ, വർഷത്തിലൊരിക്കലേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗത്ത് വെറുതെ ഭൂമി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ എല്ലാവരുടെയും കന്നുകാലി കയറി മേയും. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറകിലാണ് കാട്ടുതീ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്ന സ്ഥലം അല്ലാത്ത സ്ഥലമൊക്കെ മൊത്തം കത്തിച്ച് വിടുകയാണ്. കാരണം ഇവിടെ ആരും വീട് വെച്ച് താമസിക്കുന്നില്ല. അന്നെല്ലാം ഊരുകളിലാണ് ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാട്ടുതീയ്, കന്നുകാലി, പിന്നെ മനുഷ്യൻ കയറിയിട്ടൊന്നും വിറകൊന്നുമില്ല. എവിടെയെങ്കിലും ഒരു മരത്തിൻ്റെ മറ്റേ മുളയുടെ കുറ്റി ഈ കാട്ടുതീയൊക്കെ കയറി കഴിഞ്ഞാൽ ശേഷിക്കുന്നത് കുറച്ച് ഉണക്ക കുറ്റികൾ കാണും. ഇതൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ടാണ് മനുഷ്യൻ കത്തിക്കുന്നത്. പിന്നെ എവിടെയെങ്കിലും ഒരു മരം എവിടെയെങ്കിലും മുളച്ച് വന്നു കഴിഞ്ഞാൽ അതും വെട്ടിക്കൊണ്ടുപോകും. അങ്ങനെ മറ്റു മനുഷ്യർ പ്രവേശിക്കാതെ കാട്ടുതീ കയറാതെ ആടുമാടുകൾ കയറാതെ ഈ പ്രദേശം സംരക്ഷിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്ത പണി. വേലി ഈ പറഞ്ഞ പോലെ നാക്കുകൊണ്ടുള്ള വേലിയുള്ളൂ, അല്ലാണ്ട് വേലി കെട്ടാൻ പൈസ ഇല്ല. ഇതേവരെ വേലിയില്ല. നമ്മൾ മൊട്ടക്കുന്ന് അങ്ങനെ ആക്കി തീർത്തത് എവിടെ നിൽക്കുന്നുവോ, പ്രകൃതി എവിടെ നിൽക്കുന്നുവോ ആ പ്രകൃതിയുടെ സ്വതസിദ്ധമായ കഴിവിനെ നമ്മൾ സഹായിച്ചു കൊടുത്തു. അവിടെ നമ്മൾ കാവൽക്കാരാകുക ചെയ്ത്. ഇത് ലോകത്തിൽ ആർക്കും ചെയ്യാവുന്ന പണിയുള്ളൂ. ഓർക്കേണ്ടത് ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. കിളച്ചു മറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവിടെ കിളച്ചു മറിക്കാൻ നമുക്ക് സമയമില്ല. തന്നെയല്ല ആശയം നമ്മുടെ കയ്യിലുണ്ട്. ഈ മസനോബു ഫുക്കോക്ക എന്ന് പറഞ്ഞ ഒരാളുടെ കൃഷി രീതിയെ പറ്റി, അങ്ങനെ ഒരു മൈക്രോ ബയോളജിസ്റ്റ് മറ്റുമാണ് ഇദ്ദേഹം. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ആണ് ജോലി രാജിവെച്ചിട്ട് കൃഷി തുടങ്ങി. മണ്ണ് ഇളക്കാതെ തന്നെ അങ്ങനെ കൃഷി ചെയ്തതായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അതിന് മുമ്പ് തന്നെ സൂചിമുഖിയിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത്. സൂചിമുഖി എന്ന് പറയുന്ന ഒരു കൊച്ചു മാസിക, അതിൽ നിന്നാണ് നമ്മളന്ന് അത്തരം അറിവുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും തെക്കുന്ന് വന്നവരാണ്. ഞങ്ങൾ കൃഷി കിളച്ചിളക്കി ചെയ്യുന്ന, ഉഴുതുമറിച്ച് ചെയ്യുന്ന ആളുകളുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ തന്നെയാണ്. ഞങ്ങളങ്ങനെ ചെയ്യുമായിരുന്നു. വയനാട്ടിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ അറിവ് കിട്ടിയത് കാരണം കിളയ്ക്കാൻ പോയിട്ടേയില്ല. നമ്മൾ ചെയ്തത് ഇവിടെ വൈക്കോലൊക്കെ ഇന്നിവിടെ ചപ്പോ കളയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വൈക്കോലോ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്ന് തന്നെ ഇവിടെ നിരത്തേണ്ടി വന്നു. അന്നത്തെ ഞങ്ങളുടെ അറിവ് വെച്ചിട്ടാണ് കേട്ടോ. വെളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതിഞ്ഞ് കിട്ടുന്ന പേപ്പർ, പഴത്തൊലി ഉണ്ടെങ്കിൽ അതുവരെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിടുമായിരുന്നു. അങ്ങനെ ബയോമാസ് നമ്മൾ അറിയില്ലേ, പുറമേ പൊതയിടുന്ന ആ സമ്പ്രദായത്തിന് വേണ്ടിയിട്ടാണ്, അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? സ്ലൈഡ്സ് കാണിക്കും. അങ്ങനെ
നമ്മൾ ഈ സ്ലൈഡ് കാണിക്കുന്ന സമയം ഇത് ഇപ്പോൾ പറയുമ്പോൾ വളരെ എളുപ്പമാണ്, ക്യാമറ സ്വന്തമായിട്ടില്ല. അപ്പോൾ പിന്നെ അടുത്ത എന്താ ചെയ്യുന്നത് അറിയാമോ, അതിനു വേണ്ടി പല ആളുകളോടും പലപ്പോഴായിട്ട് നമ്മൾ ക്യാമറ കടം വാങ്ങുക ചെയ്ത് പിന്നീട് വാങ്ങി ആദ്യ തുടക്കത്തിൽ നമ്മളങ്ങനെ ക്യാമറ കടം വാങ്ങിയിട്ട് സഞ്ചരിച്ചിട്ട് നടക്കുക. അങ്ങനെ നടക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്തും നമുക്ക് തോന്നുന്നു ഇത് നമ്മൾ ആളുകളെ കാണിക്കേണ്ടതാണ്, ഇവിടെ ഇന്ന ഒരു ടീച്ചിങ് പോയിൻ്റ് ഉണ്ട്, ഒരു പാഠ്യ വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അത് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ എടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ സ്ലൈഡ്സ് കാണിച്ച എല്ലാ ആളുകളെയും. അപ്പോൾ ഇത് എന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ 83, 84, 85, 90 വരെ ഏതാണ്ട് ഈ അവസ്ഥയിൽ നമ്മൾ പോകുന്നത്. അതിനൊക്കെ ശേഷമാണ് നമ്മൾ ക്യാമറ വാങ്ങുന്നതും സ്വന്തമായിട്ട് ഇങ്ങനെ എടുക്കുന്നതും. അവിടെ നമുക്ക് അടിവരയിട്ട് പറയേണ്ട കാര്യം, നമ്മൾ ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ, ഒരു പക്ഷേ അട്ടപ്പാടിയിൽ ആദ്യമായിട്ട് സ്വന്തം സ്ലൈഡ് ഉണ്ടാക്കിയത് ഞങ്ങളായിരിക്കും. ഇല്ല, ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഞങ്ങളിങ്ങനെ പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെ നേച്ചർ പ്രകൃതി എന്ന് പറഞ്ഞാൽ അതിന് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു ഇത് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഞങ്ങളിങ്ങനെ ഇറങ്ങി ഓരോ ദിവസവും ഇത് കണ്ടുകൊണ്ട് നടക്കും, ആസ്വദിക്കുകയായിരുന്നു ശരിക്കും. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരുപാട് വസ്തുതകളുണ്ട്. ഒരു പുസ്തകത്തിലും വായിക്കാനോ പഠിക്കാനോ കിട്ടാത്ത അത്ര വിപുലമായ അറിവ് ഞങ്ങൾക്ക് തന്നത് ഈ മണ്ണാണ്, പ്രകൃതിയാണ്. അതുകൊണ്ട് നമ്മൾ ആ കാലത്തുണ്ടായിരുന്ന ചെടികൾ എന്തൊക്കെയായിരുന്നു, അന്നുണ്ടായിരുന്ന വൈവിധ്യം, ജന്തുക്കളുടെ വൈവിധ്യം, ഇതെല്ലാം നമ്മൾ രേഖപ്പെടുത്തി വന്നു. പിന്നെ മണ്ണിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ഓരോ ചെറിയ മാറ്റവും നമ്മൾ പടമെടുത്തോ അല്ലെങ്കിൽ എഴുതിയോ ഏതെങ്കിലും തരത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരുന്നു. ഇവിടെ ആധുനിക ജീവിതത്തോട് ആസക്തി തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, 100% പറയാം, ഇല്ലേ ഇല്ല. അതിനോട് ആസക്തി തോന്നണമെങ്കിൽ അത് നമ്മുടെ ജീവിത ലക്ഷ്യമായിരിക്കണം. അതെ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം, ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് മുമ്പ് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത് തന്നെ ഒരു കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. 45-46 വർഷം മുമ്പ് നമ്മൾ തീരുമാനമെടുത്തു, ഞങ്ങൾക്ക് മക്കളുണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും അവരെ ഈ ഔപചാരിക വിദ്യാഭ്യാസത്തിന് വിടില്ല, അല്ലാത്തൊരു വിദ്യാഭ്യാസ രീതി കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നമ്മൾ ചെയ്തു പോരുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുട്ടിയെ ഈ ഇതേ സിസ്റ്റത്തിൽ വിട്ടിട്ട് നമുക്ക് അവനെ ഒരു വലിയ ഉദ്യോഗസ്ഥനാക്കി എടുക്കാനൊക്കെ പറ്റും. നല്ല മൂല്യബോധമുള്ള ഒരു ഉദ്യോഗസ്ഥനാക്കി മാറ്റാനും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും. പക്ഷെ അതായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം. ഒരാള് അവരവരുടെ മക്കളെ മാത്രം നോക്കിയാൽ പോരാ. അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ആകരുത് എന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ തന്നെയല്ല, ആരെങ്കിലും ഒരാൾ ഇതിനൊരു പരിഹാരം കണ്ടല്ലേ പറ്റുള്ളൂ. എല്ലാവരും ഒരേപോലെ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ആധുനിക ജീവിതത്തോട് ആസക്തി തോന്നിയിട്ടില്ലേ ടീച്ചർക്കും മാഷിനും മക്കൾക്കും? പോകട്ടെ, കൊച്ചുമക്കൾക്കെങ്കിലും ഐഫോൺ, കാർ, ടൗൺ ലൈഫ്, ജീൻസും ടോപ്പും ഇട്ട് മുടി മിനുക്കി നടക്കാൻ, വൈറ്റ് കോളർ ജോബ് തേടി ഹാഷ് പോഷായി ടൗണിൽ ജീവിക്കാൻ, ഇത്രയും കാര്യങ്ങൾ. ഇതിനകത്ത് ഞങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്. വാസ്തവത്തിൽ ഞങ്ങളെ ഈ 45 വർഷത്തിന് ശേഷം, മൂത്ത മകന് 45 വയസ്സായി. ഇപ്പോൾ അവനുണ്ടാകുന്നതിന് 1 വർഷം മുമ്പ് തന്നെ കുട്ടികളെ ഇങ്ങനെ ഈ ഔപചാരിക വിദ്യാഭ്യാസത്തിന് വിടില്ലാന്ന് തീരുമാനിച്ചു. അപ്പോൾ 46 വർഷം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ച് ജീവിക്കുകയാണ്. ഇന്ന് ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ, ഈ ഹാഷ് പോഷ് ജീവിതത്തിനോട് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്നേ മാറിപ്പോകുമായിരുന്നു. രണ്ടാമത് അതിന് ബുദ്ധിമുട്ടുമില്ല കേട്ടോ, ആരും ഞങ്ങളെ തടയില്ല. അത് ഞങ്ങൾക്ക് മേലെ ഞങ്ങൾ ആരെയും അങ്ങനെ ഭരിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയിട്ടില്ല. അതൊന്ന്. രണ്ടാമത്, ഗൗതമിന് 45 വയസ്സായി, അവനിന്ന് 3 മക്കളുണ്ട്. അവർക്ക് വേണമെങ്കിൽ തീരുമാനം എടുക്കാം ഈ കുട്ടികളെ സ്കൂളിൽ വിടാൻ. അവർ ഒരുപക്ഷെ നാളെ അവർ കുട്ടികളെ സ്കൂളിൽ വിട്ടെന്ന് വരും. അതിനുള്ള പഴുത് ഇന്ന് ഈ നിലനിൽക്കുന്നതായ ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസത്തിലുണ്ട്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 10ാം ക്ലാസ്സിൽ അങ്ങനെ ഓപ്പൺ ഡിഗ്രി എഴുതാം. അതൊരു തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഒന്നുമില്ല, അങ്ങനെയൊന്നും. അതൊക്കെ പോകേണ്ടത് വിദ്യാഭ്യാസത്തിനകത്ത് ഈ ലോകത്തുള്ള ഏത് കാര്യങ്ങളും, സമൂഹത്തിന് ദോഷമില്ലാത്ത ഏത് കാര്യങ്ങളും പഠിക്കാം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഗൗതം സ്കൂളിൽ പോകാൻ ആഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ അവനെ വിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ കുറ്റമായിട്ട് കണക്കൂട്ടാം. എന്തുകൊണ്ട് ഗൗതമിൻ്റെ 3 മക്കളെ സ്കൂളിൽ വിട്ടില്ല? അപ്പോൾ അതിൻ്റെ ഉത്തരവായി. അവർക്ക് തോന്നിയിട്ടില്ല. അവർ ടൗണൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് അവർ ജീവിക്കുന്നുണ്ട്. തന്നെയല്ല, ഞങ്ങൾ ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു രീതിയിൽ ഗൗതം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പറയുമ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോകാൻ സ്വാതന്ത്ര്യം. ഇവിടെ ആരോടും അങ്ങനെ ഞങ്ങൾ ഇന്നതേ ചെയ്യാവൂ അല്ല, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെയില്ല. അപ്പോൾ ഈ ചോദ്യം വീണ്ടും ആവർത്തിച്ചിരുന്ന അവർ കുറ്റപ്പെടുത്തുകയോ അതോ സ്വയം തോന്നുകയോ ചെയ്തിട്ടുണ്ടോ? വല്ലപ്പോഴും ഇവിടം വിട്ടു പോയി ഒരു ആധുനിക ജീവിതം നയിക്കാൻ, ആധുനിക ജീവിതമാണ് ഞങ്ങൾ നയിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് കുട്ടികൾ വണ്ടി പോലും ഉപയോഗിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് വാഹനം അവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും കൊണ്ട് അവർ വണ്ടി പോലും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ലാപ്ടോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗെയിം കളിക്കാനല്ല, നമ്മളിതിനകത്ത് പുസ്തകം എഴുതുന്നുണ്ട്, ഇൻ്റർനെറ്റിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പത്രം ഇതിനകത്ത് വായിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു തിരിച്ചറിവാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇതെങ്ങനെ ഉപയോഗിക്കണം. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതായ പേന കൊണ്ട് നല്ല പരത്തെറി എഴുതാം, അങ്ങനെ എഴുതുന്നില്ല ആൾക്കാർ. ഈ ലാപ്ടോപ്പിനകത്തൊക്കെ ഇൻ്റർനെറ്റിനകത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എത്ര തെറിയാണ് നമ്മളൊക്കെ പറയാൻ അറയ്ക്കുന്നതായ തെറികൾ ഇതിനകത്ത്. നമ്മൾ വിചാരിക്കുന്ന വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിക്കുന്നവർ, ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഓരോ ദിവസം എഴുതി വിടുന്ന തെറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കാനിക്കാൻ പറ്റും. അതേ സാധനം ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പോൾ ഈ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കാൻ കൊതിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കുന്നു. ആധുനിക സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ട്, ഈ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. നമുക്കിവിടെ ഫ്രിഡ്ജില്ല, പക്ഷേ ഗ്രൈൻഡറുണ്ട്, മിക്സിയുണ്ട്, ഇസ്തിരിപ്പെട്ടിയുണ്ട്, ക്യാമറയുണ്ട്. പിന്നെ കണ്ട് ചോദിക്കുന്നുണ്ട് അതിന് ജീവിതം നയിക്കാൻ. അതിലേക്ക് വരാം. കാട്ടിലെ ജീവിതത്തെ വേണ്ട സമയത്ത് വല്ലപ്പോഴും വെറുത്തിട്ടുണ്ടോ ഈ കാട്ടിലെ ജീവിതത്തെ? കാട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. കാട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ ഈ കാട്ടിലെ ജീവിതം എങ്ങനെ വെറുക്കാനാണ്? ഞങ്ങൾ കുഞ്ഞിലേ മുതലേ ജീവിച്ചത് ഇതുപോലെ കാടും കാടിനടുത്ത്. ഞങ്ങൾ രണ്ടുപേരും തൊട്ട് കാട്ടിനകത്ത്, അതുകൊണ്ടായിരിക്കും പറയാം. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ട് വ്യക്തികളെ ഇങ്ങനെ മഹത്വവൽക്കരിച്ചാണ് പലപ്പോഴും എഴുതി പോകുന്നത്. അത് എഴുതുന്ന ഒരു മാധ്യമങ്ങൾ എഴുതി പോകുന്നു. അപ്പോൾ അതായത് ഒരു ഗോപാലകൃഷ്ണൻ വിജയലക്ഷ്മിക്ക് മാത്രം ഇതൊക്കെ ചെയ്യാം, ഇതുപോലെ ഒരു കുന്നിൻ്റെ മണ്ടയിൽ കയറി താമസിക്കുക, അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാം എന്നല്ലാതെ ഇതെല്ലാവർക്കും സാധ്യമല്ല. പക്ഷേ അവർ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നേരത്തെ കുറേയൊക്കെ പറഞ്ഞു പോയതാണ്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനൊരു ധാരണ എഴുതിയ അദ്ദേഹത്തിന് ഉണ്ടായിപ്പോയത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് ഞങ്ങൾ തിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചാനലുകൾ അല്ലെ മറ്റ് ആളുകൾ ഇൻ്റർവ്യൂവിന് വരട്ടെ അല്ല ഇൻ്റർവ്യൂ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് ഖണ്ഡിതമായിട്ട് പറയുന്നുണ്ട്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ പറയുന്നത് പോലെ പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ ആ പൂജയെല്ലാം വ്യർത്ഥമായില്ലെന്നറിയ